പ്രഭാഷകൻ 33 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ഈ വചനം നമ്മെ രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ഒരു വ്യക്തി ഉയർന്നിട്ടുണ്ടെങ്കിൽ, ഭൗതികമായിരിക്കാം, ആത്മീയമായിരിക്കാം, അതിൻ്റെ പിന്നിലുള്ള ഒരേ ഒരു കാരണം കർത്താവിൻ്റെ അനുഗ്രഹമാണ്. കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ പിൻപന്തിയിലായിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലായി. ഏത് സാഹചര്യമാണെങ്കിലും, ജോലി മേഖലകളിലായിരിക്കാം, സാമ്പത്തിക മേഖലകളിലായിരിക്കാം, പഠന മേഖലയിലായിരിക്കാം, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത് ദൈവം നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ ഫലമാണെന്ന് ഓർക്കണം. പിന്നിലായിരുന്ന നിന്നെ മുന്നിലാക്കിയത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം സ്വീകരിച്ച നിനക്ക് ഒരു ജോലിയുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് ഈ വചനം പഠിപ്പിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നിന്റെ ചക്കിൽ ദൈവം മുന്തിരിപ്പഴം തന്നത് അത് നിനക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെയാണ്. ഉദാഹരണമായി, ഒരാൾക്ക് സമ്പത്ത് ലഭിച്ചെന്നിരിക്കട്ടെ, ഒരാളെ ദൈവം സമ്പന്നനായി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സമ്പന്നതയിൽ നിന്നാണ് അവന് ദൈവം സമ്പന്നത നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് അവന് മാത്രം അവകാശപ്പെട്ടതല്ല, അവനിലൂടെ മറ്റുള്ളവർക്ക് ഇല്ലാത്തവന് ലഭിക്കാൻ അവകാശമുണ്ട്. അത് അവൻ്റെ ഒരു കടമയാണ്. സമ്പത്ത് മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും, കൃപകളായിക്കോട്ടെ, അത് ദൈവത്തിൻ്റെ അനന്ത കരുണയാൽ യോഗ്യതയില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ കരുണ മൂലം ലഭിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ആ കൃപകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമുള്ളതല്ല, നമുക്ക് മാത്രം സന്തോഷിക്കാനുള്ളതല്ല. തന്ന ദൈവത്തിനെ എളിമയോടെ വിധേയപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഒഴുക്കി കൊടുക്കേണ്ടതാണ് കൃപകൾ. ഭൗതികമോ ആത്മീയവുമായ ഏതു മേഖലയാണെങ്കിലും രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മളെ മുൻപന്തിയിലെത്തിക്കുന്നത്.